ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. ഉടമ്പടി പ്രാർത്ഥനയിൽ അമ്മ ഉടനടി പരിഹാരമേകും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. അവൻ പറയുന്നത് ചെയ്തിടുകിൽ ജീവിതം ധന്യമായി തീർന്നിടും. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. ആവേ 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 മരിയ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ യോഹന്നാൻ 6:28 വായിച്ചോളൂ. യോഹന്നാൻ 6:28. അപ്പോൾ അവർ ചോദിച്ചു ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഒരു വിശ്വാസിക്ക് ദൈവത്തോട് ചോദിക്കണ ഇത്രയേ ഉള്ളൂ ചോദ്യങ്ങൾ. വാരിക്കെട്ടി ചോദ്യങ്ങളൊന്നുമില്ല. വെരി സിമ്പിൾ ക്വസ്റ്റ്യനേ ഉള്ളൂ. നീ ഒരു വിശ്വാസിയാണോ? നിനക്ക് നിൻ്റെ ദൈവത്തോട് ചിലപ്പോൾ 10,000 ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടാകാം. പക്ഷെ ദൈവം ഉത്തരം പറയുന്ന ഒരു ചോദ്യമേ ഉള്ളൂ, കാശ്മീർ. ഒരു വിശ്വാസി എന്ന നിലയിൽ ഇക്കാലങ്ങളിലെല്ലാം പലതരത്തിലുള്ള 100,000 സംശയങ്ങളുമായിട്ടാണ് നീ ജീവിക്കണത്. നിനക്ക് ദൈവത്തെ കാണുമ്പോൾ ഈ 100,000 സംശയങ്ങളും ചോദിക്കണം തോന്നും. പക്ഷെ ദൈവം കേൾക്കണ ഒരു സംശയമേ ഉള്ളൂ. എന്താ സംശയം? നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ആ 27 തൊട്ടൊരു വചനം വായിച്ചു ഒന്നുകൂടി. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ, പറഞ്ഞോളൂ. നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നിനു പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. ഒന്നുകൂടി പറഞ്ഞേ, അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ. കൈ നെഞ്ചത്ത് വെച്ച് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിലെ വെളിപ്പെടുത്തും പോലെ അങ്ങയുടെ നിത്യതയ്ക്ക് വേണ്ടി അങ്ങയോടൊപ്പമുള്ള നിത്യകാല ജീവിതം ആദിമസഭയെ പോലെ പൊന്നിനേക്കാളും പൊന്നുകട്ടയേക്കാളും വിലമതിക്കുന്ന ഒരു വിശ്വാസിയുടെ ആന്തരിക അഭിഷേക മനസ്സ് എനിക്ക് അവകാശമാക്കണമേ. എന്നെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അപ്പോൾ അവർ ചോദിച്ചു. 28 വായിച്ചോളൂ. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇതെന്ത് സംഭവം എന്നറിയാവോ? ഈശോ പറഞ്ഞു, അതായത് നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ നൽകുന്ന നിത്യജീവന്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുവേൻ എന്ന് പറഞ്ഞിട്ട് ഈശോ ഒരു വാക്ക് പറഞ്ഞു. എന്താണ്? പിതാവായ ദൈവം എന്നിൽ അംഗീകാര മുദ്ര ചാർത്തിയിരിക്കണമെന്ന്. മനസ്സിലായില്ലേ? നിത്യതയെന്ന് പറയുമ്പോൾ ആ നിത്യത ആര് വഴി ലഭിക്കണം, ആരിലൂടെ ലഭിക്കണം? ഇപ്പം എല്ലാ സത്യം, എല്ലാ ദൈവത്തെങ്കിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. അതാണ് പ്രശ്നം. മറ്റുള്ളവരുടെ സഹിക്കാൻ നമുക്ക് കുഴപ്പമില്ല, അവർക്ക് അറിവില്ല എന്ന് പറയാം. പക്ഷേ എല്ലാ സത്യമാണ്, എല്ലാവരിലൂടെയും രക്ഷ പ്രാപിക്കുമെന്ന് പറഞ്ഞ് കുറേ അച്ഛന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ലിബറലിസ്റ്റുകൾ തിയോളജിയിൽ. യവന്മാരുടെ കാര്യം പോക്ക. കാര്യം എന്താ കാര്യം? കാലത്തിൻ്റെ ഒപ്പം ജനങ്ങളുടെ കൈയടിച്ച് വാങ്ങിക്കാൻ വേണ്ടി അവർ കർത്താവിൻ്റെ വചനത്തിലും വെളിപാടിലും വെള്ളം ചേർത്തുകൊണ്ട് അവർ അപ്ഡേഷൻ ഉണ്ടാക്കുകയാണ്.
എന്തിനാണ്? തങ്ങളുടെ ആത്മാവിനെ വിറ്റ് അപ്ഡേഷൻ ഉണ്ടാക്കുന്നവർക്ക് ഇത് ഒരു തിരിച്ചറിവായിരിക്കണം. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. കർത്താവേ, എല്ലാ രോഗികളെയും അങ്ങ് കേൾപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ തിരുവരുവാർന്ന വലതുകരം, നിന്റെ തിരുവരുവാർന്ന വലതുകരം കർത്താവേ ഓരോ രോഗികളുടെ ശരീരത്തിൽ വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ സന്ധിബന്ധങ്ങളിലെ കർത്താവിന്റെ രക്തം നിറയട്ടെ. നിങ്ങളുടെ മാംസപേശികളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ. രക്തഞരമ്പുകളിൽ കർത്താവിന്റെ രക്തം നിറയട്ടെ. മാരക രോഗങ്ങള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാരക രോഗികള്, തീരാവേദികള് യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഇപ്പോഴും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്ന സന്ദേശം എന്താണ്? അതായത് നിത്യത എന്ന് പറയുന്ന എല്ലാ വാഗ്ദാനങ്ങളുടെയും ക്വീൻ ഓഫ് ഓൾ പ്രോമിസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയ വാഗ്ദാനം എന്താണ്? നിത്യതയാണ്. ഈശോയാണ് വാഗ്ദാനങ്ങളുടെ കൂടെ കൂട്ടിച്ചേർത്തത്. ദാറ്റ്സ് അവർ പോയിന്റ്, ഇല്ലേ? എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജാവ്, രാജ്ഞി എന്ന് പറയുന്നത് എന്താണ്? നിത്യതയാണ്. അതില്ലായിരുന്നു. അനുദിന ജീവിതത്തിൻ്റെ ആവശ്യങ്ങളായിരുന്നു. മോസസിൻ്റെ കാലം മുതലുള്ള എല്ലാ, എബ്രാഹത്തിൻ്റെ കാലം, നോഹിൻ്റെ കാലം, ആദത്തിൻ്റെ കാലം, എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. എല്ലാ കാലത്തും ദൈവം ഉടമ്പടി ചെയ്തിട്ടുണ്ട്. മാത്രമല്ല, ഉടമ്പടി പാലിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി പ്രവാചകന്മാരെയും ന്യായാധിപന്മാരെയും ദൈവം അയച്ചിട്ടുണ്ട്. അങ്ങനെ ഒടുവിൽ ഈശോയിലേക്ക് എത്തുമ്പോഴേ ഈശോ, വാട്ട് വാസ് ദ എക്സാക്ട് റോൾ ഓഫ് ജീസസ്? എന്തായിരുന്നു എക്സാക്ട് റോൾ ഈശോൻ്റെ? ഈ വാഗ്ദാനങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ മകുടം ചാർത്തുന്ന ഏറ്റവും വലിയ വാഗ്ദാനമാണ് നിത്യത. പിതാക്കന്മാരെ മരുഭൂമിച്ച് മന്ന ഭക്ഷിച്ചു, അവർ മരിച്ചു. അതുപോലെയല്ല ഈ അപ്പം ഭക്ഷിക്കുന്നു, നിത്യം ജീവിക്കും. ഒന്ന് പറഞ്ഞേ, ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ നിത്യം ജീവിക്കാം. ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ നൽകുന്ന അപ്പം എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം തന്നെയാണ്. എന്റെ ശരീരം ഭക്ഷിക്കുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. സജീവനായ പിതാവാണ് എന്നെ അയച്ചത്. പിതാവ് മൂലം ഞാൻ ജീവിക്കുന്നു. അതുപോലെ എന്നെ ഭക്ഷിക്കുന്നവൻ ഞാൻ മൂലം ജീവിക്കാം. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ, നീ വരൂ ദൈവം കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ജീവിതം ദിവ്യകാരുണ്യം. ജീവിതം നിന്റെ കാരുണ്യമേ, ജീവനേ നിത്യ കാരുണ്യമേ. ഓ ദിവ്യകാരുണ്യമേ. Praise the Lord. അതായത് കവിളിലെ ഇങ്ങനെ ക്യാൻസർ പോലെ ഒരു കറുത്ത വട്ടച്ചൊറി ഇങ്ങനെ ആണി പോലെ ഇരിക്കണത്, ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്.
നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ. ആരാധന, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ കുറച്ചുകൂടി ലൈവായിട്ട് ഓൺലൈനിലുള്ളവരും നിങ്ങളും തീർത്ഥാടന സഭയിലിരിക്കുന്നവരൊക്കെ കുറച്ചുകൂടി തിരിച്ചറിവോടുകൂടി ഇരിക്കണം. എന്ത് സംഭവിക്കാവുന്ന ആരാധനയാണ്. നിങ്ങൾ വന്നതുപോലെ പോകത്തില്ല, ഉറപ്പായിട്ടും. കർത്താവ് നിങ്ങളെ കണ്ണീരോടെ തിരിച്ചുവിടത്തില്ല. എന്താ കർത്താവിൻ്റെ വചനം? അവർ കണ്ണീരിലൂടെയാണ് വരുന്നത്, ഞാൻ അവരെ ആശ്വസിപ്പിച്ച് പറഞ്ഞു നയിക്കും. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. രോഗമുള്ള ഇടത്തെല്ലാം കൈവെക്കുക. ഈശോ സുഖപ്പെടുത്തട്ടെ. മക്കളുടെ രോഗമുള്ള ഇടത്തില്ല. ഓൺലൈനിൽ എന്നെ കേൾക്കുന്നവർ ശ്രദ്ധിക്കുക. നിങ്ങളുടെ നടുവേദനയാണെങ്കിൽ നടുവിൽ കൈവച്ചിട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് കിഡ്നിയുടെ അസുഖമാണെങ്കിൽ ഇപ്പോൾ കിഡ്നിയുടെ അവിടെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് PCOD ആണ് അസുഖമെങ്കിൽ നിങ്ങളുടെ പൊക്കിളിൻ്റെ താഴെ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നെഞ്ചുവേദനയോ ശ്വാസം മുട്ടലോ ആണെങ്കിൽ പതിരയിൽ ശ്വാസകോശത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. ഹൃദയരോഗികളും കരൾ രോഗികളും ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. എൻ്റെ മക്കൾ സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ, ശക്തമായി സ്തുതിക്കട്ടെ. യേശുവേ, 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 യേശുവേ. കർത്താവേ, നിന്റെ രക്തം കർത്താവേ, നിന്റെ രക്തം കർത്താവേ, അങ്ങയുടെ മക്കളുടെ രക്തത്തിൽ കർത്താവേ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ രക്തം കർത്താവേ, ഈശോ അങ്ങയുടെ രക്തം കർത്താവേ, അങ്ങയുടെ രക്തം മക്കളുടെ രക്തത്തിൽ കലർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ സഭയുടെ അധികാരത്തിലെ കുരിശിന്റെ അടയാളത്തില് 36 കൊല്ലം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസഭ അൾത്താറയിലെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷഗണത്തിന്റെ സാക്ഷിയാകാൻ യേശുവിന്റെ നാമത്തിൽ മാർഗരോഗങ്ങള്, യേശുവിന്റെ നാമത്തിൽ തീരാവേദികള് മാറിപ്പോകട്ടെ. ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ, ശ്രുതിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ നമ്മളോട് പരിശുദ്ധാത്മാവ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ്? 8852 വാഗ്ദാനങ്ങൾ, 8552 വാഗ്ദാനങ്ങളാണ് ദൈവം നൽകിയിരിക്കുന്നത് മനുഷ്യരാശിക്ക്. അതിൻ്റെ ക്യാപിറ്റലായിട്ടുള്ള പ്രോമിസ്, ദ ക്വീൻ ഓഫ് പ്രോമിസസ്, എല്ലാ വാഗ്ദാനങ്ങളുടെയും രാജകീയമായ വാഗ്ദാനം മനുഷ്യരാശിക്ക് നൽകിയത് ഈശോയാണ്. ഈശോ എന്താ പറഞ്ഞത്? ഈശോ നൽകിയ വാഗ്ദാനം എന്താണ്? നിത്യത, നിത്യജീവൻ. അതാണ് വാഗ്ദാനം കൂട്ടിച്ചേർത്തത്. അതിനാണ് അവൻ പുതിയ ഉടമ്പടി സ്ഥാപിച്ചത്. കൈയിടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, അപ്പോഴ് ഒന്ന് ചിന്തിച്ച് നോക്കി. ഈശോയുടെ സദസ്സിനെ പോലെ നിങ്ങളും പ്രബുദ്ധ സദസ്സാണെന്ന് ഞാൻ കരുതുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അതായത് ഈശോ നമ്മൾ സ്ഥാപിച്ചത് എന്താണ്? ഉടമ്പടിയാണ്. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്യത്തില്ല. ഉടമ്പടി അല്ലാതെ ദൈവം ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യത്തില്ലെന്ന് മാത്രമല്ല, ചെയ്തിട്ടില്ല. ഉടമ്പടിയിൽ എന്താ സംഭവം?
നിന്നെ ദൈവം സീരിയസ് ആയിട്ട് കണക്കാക്കുന്നു. അല്ലാതെ പൊട്ടക്കടൻ്റെ മാവായിട്ട് എറിയണ പോലെ നിൻ്റെ പ്രാർത്ഥന കേൾക്കണ്ടെന്നല്ല. ഇറ്റ് മസ്റ്റ് ബി ഹേർഡ്. അത് കേട്ടേ മതിയാവൂ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? നിന്റെ ദൈവം. കൈയിടിച്ച് കർത്താവേ സന്ദേശമുണ്ട് ഇപ്പോൾ ഈശോ തന്നത്. നിങ്ങൾക്കറിയാമല്ലോ, അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ജീവിക്കുന്ന കർത്താവിൻ്റെ നടുക്കുന്നതുകൊണ്ട് ഞാൻ സംസാരിക്കുന്നത്. അല്ലാതെ നിങ്ങളെ സൂചിപ്പിക്കാനോ സന്തോഷിപ്പിക്കാനോ ഒരു വാക്കും പറയത്തില്ല. കർത്താവ് എന്ത് കാണിക്കണതേ പറയത്തുള്ളൂ. ഇപ്പോൾ കർത്താവ് എന്താ കാണിച്ചതെന്നറിയാവോ? ഒരു ഹൃദയമാണ് കാണിച്ചത്. ചുമ്മാ ചുവന്ന് വരുന്ന ഹൃദയം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഹൃദയത്തിന് എന്തോ തകരാറുള്ള ഹൃദയരോഗിയാണ്. ഹൃദയരോഗികളെ കർത്താവ് സുഖപ്പെടുത്തുന്ന സമയമാണ്. ഓൺലൈനായാലും നിങ്ങളായാലും ഹൃദയത്തെ വേദനയുള്ളവർ സ്തുതിച്ച്, ഹൃദയത്തിൽ ബ്ലോക്കുള്ളവർ, വാൽവ് ശോഷിച്ചു പോയവരൊക്കെ കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. കൈ നെഞ്ചത്ത് വെച്ച് സ്തുതിക്കട്ടെ. ബ്ലോക്കുള്ളവർ സ്തുതിക്കട്ടെ. വാൽവ് ശോഷിച്ചു പോയവർ സ്തുതിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഹൃദയത്തിൽ രോഗമുള്ള ദൂരമുള്ള കുഞ്ഞുങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഹൃദയത്തിൽ രോഗമുള്ള കുഞ്ഞുങ്ങൾ യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. സ്തുതിക്കട്ടെ. I command you the name of Jesus Christ to be healed. I command you the name of Jesus Christ to be healed. യേശു സദയം തൊടേ സുഖമായിടും എന്നെയുള്ളം അരികിൽ വരേണേ സദയം തൊടേ സുഖമായിടും എന്നെയുള്ളം. പ്രിയമുള്ളവരെ, ഇതിൻ്റെ കൂടെ ഈശോ തന്ന സന്ദേശമായിരുന്നു നമ്മുടെ നാഭിയില്ലേ, ഇവിടെ ഇരിക്കണ കഴുത്തല്ലേ, കഴുത്തിൻ്റെ ഉള്ളിലുള്ള അന്നനാളം, അതുപോലെ തൊണ്ട, അത് തൈറോയിഡ് ആയാലും ടോൺസൈറ്റ് ആയാലും തൊണ്ടയിലെ ക്യാൻസർ ആയാലും ഈ ആരാധനയെ കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ടുണ്ട്. കൈയടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. സദയം തൊടേ സുഖമായി എന്നെയുള്ളം അരികിൽ വരേണേ സദയം തൊടേ സുഖമായി എന്നെയുള്ളം. പ്രിയമുള്ളവരെ, വലതുവശത്തെ വൃഷ്ണം വർക്ക് ചെയ്യുന്നില്ല, അതിനകത്ത് ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടുന്നില്ല. പക്ഷേ പിന്നെ ഉള്ളത് ഇടതുവശത്തെ വൃഷ്ണമാണ്. ഇതിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടും, പക്ഷേ ബേൺ ഔട്ടായി പോകും, കത്തിപ്പോവും, എന്നുവെച്ചാൽ വറ്റിപ്പോവും. അതാണ് പ്രശ്നം. ഈ വ്യക്തിയെ കർത്താവ് സ്പർശിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ജനേന്ദ്രിയങ്ങളെ കാണിക്കുമ്പോൾ മക്കളില്ലാത്ത എല്ലാവരെയും കണ്ണീര് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ജനേന്ദ്രിയത്തിൻ്റെ സൗഖ്യങ്ങളെക്കുറിച്ച് കർത്താവ് നീ പറയുമ്പോഴേ മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത് പുരുഷനായാലും സ്ത്രീക്കായാലും കർത്താവ് അണ്ടോൽപാദം നടക്കാത്തവരെ, കർത്താവ് ഗർഭാശയത്തിൽ സിസ്റ്റുള്ളവരെ, കർത്താവ് PCOD ഉള്ളവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. അത് കർത്താവ് അണ്ട ഉൽപാദനം നടക്കാത്തവരെ, മക്കളില്ലാത്തവരെ, ജനേന്ദ്രിയങ്ങൾക്ക് തകരാറുള്ളവരെ യേശുവിന്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. ഈ നിമിഷങ്ങളെല്ലാം തിരിച്ചറിയണം. വലിയ അഭിഷേകത്തിൻ്റെ സമയമാണ്. ആർക്കും എന്ത് സംഭവിക്കാവുന്ന സമയമാണ്. എപ്പോഴും സംഭവിച്ചത് കർത്താവ് ഒരു നോട്ട നമുക്ക് തരണം. ഇപ്പം എന്താ കണ്ടത്? ഒരു പൊട്ടിപ്പോയ വലത് വൃഷ്ണം, അതിൽ നിന്ന് ബീജങ്ങൾ കത്തി പോകുന്നതാണ് മെസ്സേജ്. പക്ഷേ അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പരിശുദ്ധാത്മാവ് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ എന്താ പറയേണ്ടത്? ഈ കുഞ്ഞുങ്ങളില്ലാത്ത എല്ലാവരും അടിവയറ്റിൽ വെച്ച് പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അപ്പോഴേ ഇങ്ങനെ ഒരു മെസ്സേജ് വരുമ്പോൾ, ഇപ്പോൾ കരളിൻ്റെ മെസ്സേജ് അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ മെസ്സേജ് വരുമ്പോൾ എൻ്റെ മക്കൾ അപ്പോഴൊക്കെ അത് ആ കൃപയുടെ ഒരു സമയമാണത്.
അപ്പോൾ ആ സമയത്തിൽ അനേകം സൗഖ്യങ്ങൾ നടക്കുന്ന സമയമാണ്. അപ്പോൾ അവിടെ എല്ലാം നെഞ്ചത്ത് കഴിച്ച് വിശ്വാസപ്രമാണം അറിയാവുന്നവർ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടിരിക്കണം. അല്ലാത്തവർ യേശു കർത്താവാണെന്ന് അതരം കൊണ്ട് ഏറ്റുപറഞ്ഞ് ദൈവം അവനെ മരിച്ചതെന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒന്ന് പറഞ്ഞ് യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റു പറയുന്നു. യേശു കർത്താവാണെന്ന് ഞാൻ അതരം കൊണ്ട് ഏറ്റു പറയുന്നു. ദൈവം അവനെ മരിച്ചുവെന്ന് ഉയർപ്പിച്ചുവെന്ന് എൻ്റെ ഹൃദയത്തിൽ വിശ്വസിക്കുന്നു. തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് കേട്ടോ. യേശു കർത്താവാണത് 50 പോയിൻ്റാണ്, ഹൃദയത്തിൽ വിശ്വസിക്കണം 50 പോയിൻ്റ്. 2 കുടുംബങ്ങളാണ് 100 പോയിൻ്റ്. ഇത് വർക്കൗട്ട് ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ യോഹന്നാന് സംഭവിച്ച പോലെ ഇരിക്കും, താക്കോലും കൊണ്ട് വല്ലവരും പോവും. ഇത് രക്ഷ പ്രാപിക്കുന്നതിന് 2 പ്രഖ്യാപനങ്ങളുണ്ട്. ഒന്നെന്താണ്? യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കണം. ഇതിന് ഉള്ള പ്രശ്നം, യേശു കർത്താവാണെന്ന് പ്രഖ്യാപിക്കുന്നതിന് അതിന് ഗ്രാവിറ്റി ഉണ്ട്. നീ വിശ്വാസത്തിൽ നിനക്ക് മച്യൂരിറ്റി പ്രാപിക്കും തോറും നിൻ്റെ പ്രൊക്ലമേഷന് മച്യൂരിറ്റി ഉണ്ടാവും. കാശ്മീർ അതായത് വിശ്വാസത്തിൽ ഇപ്പോൾ യേശു കർത്താവാണെന്ന് നീ 9ാം ക്ലാസ്സിൽ വെച്ച് പറഞ്ഞു, യേശു കർത്താവാണെന്ന് നീ 50ാം വയസ്സ് വെച്ച് പറയുമ്പോൾ വ്യത്യാസമുണ്ട്. ഇതിനെ എന്താ കാര്യം? നിൻ്റെ അറിവാണ് എൻ്റെ വ്യത്യാസം. യേശു കർത്താവാണ്, ക്യാൻസർ അല്ല കർത്താവ്, ജപ്തി നടപടി അല്ല കർത്താവ്, ബാങ്ക് മാനേജർ അല്ല കർത്താവ്, എന്നോട് പറഞ്ഞ ഡോക്ടറല്ല കർത്താവ്. അതല്ലേ ചേച്ചി പറയണത്? ചേച്ചിയാണ് പറയണിരിക്കണേ. ആദ്യം പറഞ്ഞ ആളാരാണ്? അഞ്ജന ഡേവിഡിൻ്റെ സാക്ഷ്യം എന്താണ്? അഞ്ജന ഡേവിഡ് പറയണത്, ഡോക്ടർ ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്, ഇനി ഇങ്ങനെ ഒരു ചർച്ച ഞങ്ങളുമായിട്ട് ചെയ്യരുത്. കാര്യം എന്താണ്? ഞങ്ങൾ ഈ ഫയൽ കർത്താവിൻ്റെ മേശപ്പുറത്ത് വെച്ച് കഴിഞ്ഞു. അത് ഭയങ്കരമായിട്ടുള്ള പ്രൊക്ലമേഷൻ അല്ലേ? ഇല്ലേ? അവരോട് നേരിട്ട് പറയണേ. അപ്പോൾ ഡോക്ടർ പറയും, നിങ്ങളെപ്പോലെ ക്രിസ്ത്യൻസിനെ പോലെ വിശ്വസിക്കുന്നവരെ ഞാൻ കണ്ടിട്ടില്ലെന്ന് പറയും. അതാണ് ഡോക്ടറിൻ്റെ മറുപടി. എന്താ പ്രശ്നം വെച്ചാൽ, ഇനി ഇത് ഞങ്ങളോട് പറയരുതെന്നാണ് അവർ പറയുന്നത്. എൻ്റെ കൊച്ചിന് വൈകല്യമുള്ള കൊച്ചാണ് വയറ്റിൽ കിടക്കണം എന്നുള്ളത് ഡോക്ടർ ഈ ഡിസ്കഷൻ, ഈ സബ്ജക്റ്റ് ഇവിടെ നമ്മൾ ക്ലോസ് ചെയ്യാൻ. കാര്യം എന്താണ്? ഈ ഫയല് അങ്ങനെ തന്നെ കർത്താവിൻ്റെ മേശപ്പുറത്തേക്ക് ഞങ്ങൾ വെക്കുകയാണ്. എന്നിട്ട് ഇവള് പറഞ്ഞിട്ട് അവിടെ എന്ത് ചെയ്തിരിക്കണം? അവിടെ വിശ്വാസം ഏറ്റു പറഞ്ഞിട്ട് അതെന്താ ചെയ്തിരിക്കണത്? റോമാ 4:20 വർക്ക് ചെയ്തിരിക്കണം. അവിടെ അച്ഛൻ നേരത്തെ പറഞ്ഞാണ്. എന്താണ് പറഞ്ഞത്? ദൈവത്തെ അവൾ മഹത്വപ്പെടുത്തി. പിന്നെ എന്താണ്? വിശ്വാസത്തിൽ അവരുകൊണ്ട് ശക്തി പ്രാപിച്ചു. ശക്തി പ്രാപിച്ചെങ്കിലും ഇവിടെ പുറത്ത് പറയുമ്പോൾ ഞാനൊരു അമ്മയല്ലേ എന്ന രീതിയിൽ ആൾക്കാരൊക്കെ നമ്മളെ ഇങ്ങനെ തിക്കിമുട്ടിക്കുമല്ല. കാര്യം നേഴ്സുമാരും ബന്ധുക്കളും സ്വന്തപ്പെട്ടവരും എന്തിനാണ് ഈ കുരിശ് ചുമക്കണത്? ഇതെങ്ങാനും അംഗവൈകല്യമായിട്ട് ജനിക്കണമെങ്കിൽ ജീവിതകാലം മുഴുവൻ ഇതിനും ചുമന്നുകൊണ്ട് നടക്കണ്ടേ? നീ ചത്ത കഴിഞ്ഞാൽ പിന്നെ ഈ കൊച്ചിന് ഈ അംഗവൈകല്യമുള്ള കൊച്ചു എങ്ങനെ ജീവിക്കും ഇവിടെ? ഇങ്ങനെ ചോദിച്ച് ഇവരെ അധൈര്യപ്പെടുത്തി കളയും. വിശ്വാസത്തിനെതിരെ വരാൻ സാധ്യതയുള്ളത് നാട്ടുകാർ വെച്ച് അധൈര്യപ്പെടുത്തുന്നതാണ്. ഈ അധൈര്യപ്പെടുത്തുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വിശ്വാസിയുടെ ജീവിതത്തിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സംഭവമാണ് നാട്ടുകാരിലും വീട്ടുകാരിൽ നിന്നും കിട്ടുന്ന കൂട്ടുകാരിൽ നിന്ന് കിട്ടുന്ന അധൈര്യപ്പെടുത്തുമ്പോൾ എന്താ പറ്റണത്? അതായത് നീ യേശുവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പം ഉടമ്പടി ചെയ്യുന്നൊരു വിശ്വാസപരമായിട്ടൊരു ആചാരം ചെയ്യണ പോലെ അല്ല. അതിൻ്റെ കൂടെ അതിൻ്റെ അകക്കാമ്പ് എന്താണെന്ന് നോക്കണം. വി ആർ ആക്ച്വലി റിസീവിങ് ജീസസ്. എന്താണ് ഈ ഉടമ്പടിയെക്കുറിച്ച് ആദ്യം ഭയങ്കരമായിട്ടുള്ള ഒബ്ജക്ഷൻസ്, ഇത് അറിയാൻ പാടില്ലാത്തപ്പോൾ അച്ഛന്മാർ തിയോളജിയൻസ് ഉന്നയിച്ചായിരുന്നു. അപ്പോൾ എൻ്റെ പിതാവ്, ആലപ്പുഴ പിതാവ് ജെയിംസ് ആനാവറമ്പള്ളി പിതാവ് തന്നെ പിതാക്കന്മാർ ചോദിച്ചവരോട് പറഞ്ഞു, എന്താണ് ഇറ്റ്സ് എ ക്രിസ്റ്റോളജിക്കൽ പ്രെയർ. ഞാൻ പോലും ചിന്തിക്കാത്തതാണ് എൻ്റെ പിതാവ് പറഞ്ഞു കൊടുത്തവർക്ക്. എന്താണ് ഇറ്റ്സ് എ ക്രിസ്റ്റോളജിക്കൽ പ്രെയർ. ഇതൊരു ക്രിസ്തു കേന്ദ്രീകൃത പ്രാർത്ഥനയാണ്. എന്താ കാര്യം? ഇതൊരു മരിയം പ്രെയർ അല്ല, ഇത് ക്രിസ്തു സെൻട്രിക് പ്രെയറാണിത്. എന്താണ്? അതാണ് ചക്കാലക്കൽ പിതാവ് പറഞ്ഞത്. ചക്കാലക്കൽ പിതാവ് കുറച്ചുകൂടി കൂട്ടി പറഞ്ഞു, ഇത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുള്ള പ്രാർത്ഥനയാണെന്ന് പറഞ്ഞു. എന്താ കാര്യം? അവൻ പറയണത് പോലെ നമ്മൾ ചെയ്യണം. അവനാരാണ്? ഈശോ. അതായത് ഒരു ജീവിതം നമ്മൾ വഴിമുട്ടി കഴിയുമ്പോഴേ നമ്മൾ അതിനെ കൗൺട്രാക്ട് ചെയ്യാൻ മാതാവിൻ്റെ വിജ്ഞാനത്തിൽ വന്ന ദൈവിക വെളിപാടാണത്. മാതാവ് പരിശുദ്ധ അമ്മ ആരാണ്? സീറ്റ് ഓഫ് വിസ്ഡമാണ്. അവർ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമാണ്. അതുകൊണ്ട് തന്നെ ഒരു ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ അമ്മയുടെ കൃപ, അവർ ഫുൾ ഓഫ് ഗ്രേസാണ്, കൃപ നിറഞ്ഞവരാണ്.
അതുകൊണ്ട് പെട്ടെന്ന് അതിന് എങ്ങനെയാണ് കൗൺട്രാക്ട് ചെയ്യണം ദൈവിക നടപടി ദൈവത്തിന് പെട്ടെന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റും. നമുക്കും മാതാവിനും തമ്മിലുള്ള കുഴപ്പം ഈ ഗ്യാപ്പ് വന്നിരിക്കുന്നത് എവിടെയാണെന്നറിയാവോ? ദൈവം എല്ലാവർക്കും പറഞ്ഞു കൊടുക്കുന്നുണ്ട്, പക്ഷേ ചില ആൾക്കാർക്ക് മനസ്സിലാകണില്ല. കാര്യം എന്താണ്? ITI പഠിക്കുന്ന ആൾക്കാർ പോയി IASൻ്റെ ക്ലാസ്സിൽ പോയിരുന്ന വല്ല രക്ഷയുണ്ട്? അതാണ് പ്രശ്നം. എല്ലാവരോടും പറയണ ഒരു സബ്ജക്റ്റാണേ. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാകും, ചിലർക്ക് മനസ്സിലാവത്തില്ല. അപ്പോൾ എവിടെയാണ് പ്രശ്നം? ബോൾ നമ്മുടെ കയ്യിലായിരിക്കണത്. ഓരോ ദിവസവും ചെല്ലുന്തോറും ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ പ്രത്യേകം അധ്വാനിച്ചുകൊണ്ടിരിക്കണം. ദൈവത്തെ മനസ്സിലാക്കാൻ വേണ്ടിയുള്ള അധ്വാനമാണ് ബൈബിളിലെ ഏറ്റവും വലിയ അധ്വാനം. അതല്ലേ ജനങ്ങൾ ചോദിക്കണത്. നമ്മൾ അത് വായിച്ചോളൂ. യോഹന്നാൻ 6:28 തൊട്ട് വായിച്ചേ. യോഹന്നാൻ 6:28 വായിച്ചോളൂ. അതായത് അപ്പോൾ അവർ ചോദിച്ചു, ആര്? യേശുവിൻ്റെ ശ്രോതാക്കൾ. അപ്പോൾ അവർ ചോദിച്ചു, എന്താ ചോദിച്ചത്? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ. പറഞ്ഞേ, നിങ്ങൾ പറഞ്ഞേ. ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം എന്ത് ചെയ്യണമെന്നാണ് ചോദിച്ചത്. എന്ത് ചെയ്യണം, എന്ത് ചൊല്ലണമെന്നല്ല പ്രശ്നം. അവിടെ പ്രോബ്ലം അതാണ് വന്നിരിക്കുന്നത്. പ്രാർത്ഥനാ ജീവിതത്തിൽ വന്നിരിക്കുന്ന പെട്ടെന്നൊരു വിപ്ലവമാണ് ഉടമ്പടി ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മൾ ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കാൻ വേണ്ടി എന്ത് ചൊല്ലണമെന്ന് പറഞ്ഞുകൊണ്ട് ലോകത്തുള്ള മുഴുവൻ പ്രാർത്ഥന ചൊല്ലി ഏതാണ്ട് 10 കിലോ പ്രാർത്ഥനാ പുസ്തകം വെച്ച് എല്ലാ വീട്ടിലും ഉണ്ട് ഇപ്പോഴും, ഇല്ലേ? എല്ലാ വീട്ടിലും ഒരു 10 കിലോ പ്രാർത്ഥനാ പുസ്തകം കാണത്തില്ലേ? 5 കിലോ ഒക്കെ കാണും. പക്ഷേ എൻ്റെ ചോദ്യം എന്താണ്? ദൈവഹിതമനുസരിച്ച് പ്രവർത്തിക്കുന്നവരാകാൻ ഞങ്ങൾ എന്ത് ചൊല്ലണമെന്നല്ല ചോദ്യം. എന്താണ് ഞങ്ങളെന്ത് ചെയ്യണം? ഉടമ്പടി അവരുടെ മറുപടി പറയണത് ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അടുത്ത വാക്യം വായിച്ചേ. യേശു മറുപടി പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. ഏറ്റു പറഞ്ഞു, ഇതാണ് ദൈവഹിതമനുസരിച്ചുള്ള പ്രവൃത്തി. അവിടുന്ന് അയച്ചവനിൽ വിശ്വസിക്കുക. അവനിൽ അയച്ചവനിൽ വിശ്വസിക്കുക. അങ്ങനെ വിശ്വസിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറുതെ ഒരു ഐഡലിറ്റിക് ആയിട്ടുള്ള ഒരു മാനസികമായ ഒരു വ്യാപാരമല്ല വിശ്വാസം. വിശ്വാസം എക്സിക്യൂട്ട് ചെയ്യണം. നീ വിശ്വസിക്കണമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. വിശ്വസിക്കണം ആർക്കും പറ്റുമല്ലോ. വിശ്വാസം എപ്പോഴും ജസ്റ്റിഫൈഡ് ആകണത് എപ്പോഴാണ്? ബൈ വർക്കാണ്. യാക്കോബിന്റെ ലേഖനം 2:15-17 വായിച്ചേ. പറഞ്ഞോളൂ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം. ഏറ്റു പറഞ്ഞ നിങ്ങളെ പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം അതിൽ തന്നെ നിർജീവമാണ്. അപ്പൊ കേവല വിശ്വാസത്തിന്റെ കുഴപ്പം എന്താണ്? അത് ചാപിള്ളേ. അതാണ് വർക്ക് കഴിയത്. ചുമ്മാ കേവല വിശ്വാസമില്ലേ, അത് ചാപിള്ളേ. പിന്നെ എന്താണ്? അതുകൊണ്ടാണ് യാക്കോബ് 2:17 പറയണത്. എന്താ പറയണത്? ഒന്ന് പറഞ്ഞേ. പ്രവൃത്തികൾ കൂടാതെയുള്ള വിശ്വാസം നിർജീവമാണ്. അപ്പോഴേ വിശ്വാസത്തെ സജീവമാക്കാൻ എന്ത് ചെയ്യണം? അതാണ് വിഷയം. വിശ്വാസത്തെ സജീവമാക്കാൻ എന്ത് ചെയ്യണം? അവിടെയാണ് മരിയന് മാർഗമുള്ളത്. എന്താണ്? അവൻ പറയണത് പോലെ പ്രവർത്തിക്കണം, ചെയ്യണം. വിശ്വാസത്തെ സജീവമാക്കാൻ എന്താ ചെയ്യേണ്ടത്? അവൻ പറയണത് പോലെ. ഈ നമ്മളുടെ അഞ്ജന ഡേവിഡിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. ആ കൂട്ടത്തിൽ അവർ പറയുന്നൊരു കാര്യം എല്ലാം നമ്മൾ ചൊല്ലുകയാണ് പ്രാർത്ഥനകളിൽ. അവരുടെ സാക്ഷ്യവും നിങ്ങൾ കേൾക്കണം കേട്ടോ. അവരുടെ നല്ല തെളിമയുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സാക്ഷ്യമാണ്. എന്താ സാക്ഷ്യം എന്ന് അവർ പറയണത്? ഉടമ്പടി കുറേ ഹാർഡ് വർക്ക് ഉണ്ടെന്ന് പറയും അവർ പറയണതാണ്. ഉടമ്പടിയിൽ കുറേ ഹാർഡ് വർക്കുണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? ഞാൻ വിശ്വാസം ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടി ഇപ്പം കുഞ്ഞിൻ്റെ കാര്യമല്ലേ പറയണത്. ഞാൻ ദൈവത്തിന് എൻ്റെ കൂടെ റിസ്ക് ഷെയർ ചെയ്യേ. എൻ്റെ വിശ്വാസത്തിലാണ് ഞാൻ ഈ റിസ്ക് ഷെയർ ചെയ്യണത്. വൈദ്യശാസ്ത്രം എന്നെ കൈവിട്ടിരിക്കുക. നീ പ്രസവിക്കാതിരിക്കുക, എന്തെങ്കിലും ചെയ്യുക, നിൻ്റെ കാര്യം എന്ന രീതിയിലായിപ്പോയി സാരം. അപ്പോൾ അതുകൊണ്ട് അത് സൃഷ്ടാവായ ദൈവത്തിൽ ഇവർ വിശ്വസിച്ചുകൊണ്ട് അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിൽ അവളെന്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുകയല്ല. ഞാനിങ്ങനെ പ്രഗ്നൻ്റ് ആണെങ്കിലും ഇങ്ങനെ കുഞ്ഞ് വളർന്നതിൻ്റെ വയറ്റിൽ തൂങ്ങുന്നുണ്ടെങ്കിലും ഞാൻ നിന്നുകൊണ്ട് ജപമാല ചെല്ലും. ഞാൻ മുട്ടയിൽ നിന്നുകൊണ്ട് ജപമാല ചെല്ലും. പലപ്പോഴും വയറിൻ്റെ ഭാരം കൊണ്ട് എൻ്റെ മുട്ട അകന്നു പോകും. ആ സാക്ഷിയൊക്കെ കേൾക്കാൻ ഭയങ്കര ഫീലിംഗാണ് ശരിക്കും പറഞ്ഞാൽ. ഗർഭിണികൾക്കല്ലേ അറിയാൻ പറ്റത്തില്ല എൻ്റെ അവസ്ഥ. അവർ 8-ാം മാസമൊക്കെ പ്രാർത്ഥിക്കും. വെളുപ്പിനെ എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കണേ, കൊന്ത ചൊല്ലിയിട്ട് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലിക്കണം. അവർ പറയണേ എൻ്റെ വയറിൻ്റെ ഭാരം കൊണ്ട് എൻ്റെ മുട്ട് അകന്നു പോകും, എന്നാലും ഞാൻ അടുപ്പിച്ച് വെച്ച് വീണ്ടും പ്രാർത്ഥിക്കുമെന്ന്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ.
ആരാധന 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അത് പിന്നെ പ്രാർത്ഥന മാത്രമല്ല, അവർ വേറൊരു കാര്യം ചെയ്യും. ഈ വാരം പഠിച്ചുകൊണ്ട് അവർ തമിഴ് കുർബാനയ്ക്ക് പോകും. ചെന്നൈയിലല്ലേ താമസിക്കുന്നത്. അപ്പോൾ ഒരു തമിഴ് കുർബാനയ്ക്ക് പോകും, പിന്നെ ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകും. ഇംഗ്ലീഷ് കുർബാനയ്ക്ക് പോകുമ്പോൾ ഇംഗ്ലീഷ് പത്രം കൊടുക്കും എല്ലാവർക്കും. കൃപാസനത്തിൻ്റെ ഇംഗ്ലീഷ് പത്രം ഉണ്ടല്ലോ. ഒരു ഗർഭിണി ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ അത് അധ്വാനം എന്നാണ്, രക്ഷയുടെ അധ്വാനങ്ങളാണ്. എന്നാൽ അവർ പറയുമ്പോൾ എനിക്ക് ഈ പത്രം കൊടുക്കണമെന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര ചമ്മലായിരുന്നു ആദ്യം. അന്ന് അവർ പറയുന്നുണ്ട്, കൂട്ടത്തിൽ പറയുന്നുണ്ട്, എനിക്ക് ചമ്മലാണ്, ഇത് എന്തിനാണ് കൊടുക്കണമെന്നൊക്കെ എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു എന്തിനാണ് കൊടുക്കണമെന്ന്. കാര്യം രക്ഷയ്ക്ക് അധ്വാനമാണ്, രക്ഷയുടെ അധ്വാനമാണ്. നമ്മുടെ വിശ്വാസത്തെ നമ്മൾ പ്രവൃത്തി കൂടാതെ, യാക്കോബ് 2:17 എന്താണ്? പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം നിർജ്ജീവമാണ്. എന്തെങ്കിലും തോന്നിയവാസം പ്രവർത്തിക്കാൻ പറ്റത്തില്ല. അവൻ പറയണ പോലെ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായില്ലേ? പ്രവൃത്തി കൂടാതെ വിശ്വാസം നിർജ്ജീവമാണെന്ന് പറഞ്ഞ് നമുക്കിഷ്ടമുള്ള പോലെ പ്രവർത്തിക്കാൻ പറ്റത്തില്ല. നമുക്കിഷ്ടമുള്ള പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ നമ്മളെ സാമ്പത്തികമായിട്ട് സഹായിക്കും. ആരെയാണ്? ബന്ധുക്കളെ, സ്വന്തപ്പെട്ട കൂട്ടുകാരാ, അല്ലെങ്കിൽ വേറെ ലൈൻ കേസ് ഉണ്ടെങ്കിൽ അതിനെ, അതാണ് നമ്മൾ സഹായിക്കുന്നത്. അത് നമ്മുടെ ഇഷ്ടപ്രകാരമുള്ള സഹായമാണ്. ആ സഹായമല്ല. നിങ്ങളെ സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിച്ചാൽ പ്രതിഫലത്തിന് എന്താണ് അവകാശമെന്നല്ല അവൻ ചോദിച്ചത്. അതിൻ്റെ അർത്ഥം എന്താണ്? ഒരു ബന്ധം സ്വന്തമില്ലാത്ത ആൾക്കാരെ അവൻ്റെ നാമത്തിൽ സഹായിക്കണമെന്ന് കൈയടിച്ച് കർത്താവിനെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ എന്തെങ്കിലും പ്രവർത്തിക്കുകയല്ല, പിന്നെന്താ പ്രവർത്തിക്കേണ്ടത്? ഉടമ്പടിയിൽ അവൻ പറയണത് പോലെയാണ് പ്രവർത്തിക്കേണ്ടത്. അവൻ പറഞ്ഞത് എന്താണ്? നിങ്ങൾ ലോകം മുഴുവൻ പോവുക, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. അതാണ് അവൻ പറഞ്ഞത്. അതിനാണ് നമ്മൾ പ്രസംഗിക്കാൻ പറ്റാത്ത ആൾക്കാരെ കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്, പ്രാർത്ഥിച്ച് കൊടുക്കും. ഇപ്പം ഷീജ അതല്ലേ ചെയ്തത്. ഷീജ അല്ലല്ല, അഞ്ജന അതല്ലേ ചെയ്തത്. ഗർഭിണിയാണെങ്കിലും 8ാം മാസത്തിലും വയറും വലിച്ചുകൊണ്ട് പോയി കുർബാന കൂടി വെച്ചു, ഇംഗ്ലീഷ് പത്രം കൊടുക്കും എല്ലാവർക്കും. ഇംഗ്ലീഷ് മാസം കൂടി വെച്ചു, മലയാളം മാസം കൂടി വെച്ചും, അതായത് തമിഴ് മാസം കൂടി വെച്ചും തമിഴ് പത്രം കൊടുക്കും. പണ്ടിത് കൊടുക്കത്തില്ല. ഇങ്ങനെ ഒരു നാണമൊക്കെ ആയിരുന്നു. പക്ഷേ അഭിഷേകം കിട്ടിക്കഴിഞ്ഞാൽ നാണം മാറി. ഈ ലോക ആരൂപി കൂടുന്നതനുസരിച്ച് നമുക്ക് നാണം വരുവേ. അതെങ്ങനെ കൊടുക്കും? മറ്റൊരു കാണത്തില്ലേ നമ്മളെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നൊക്കെ. ലോകത്തിൻ്റെ അരൂപിയുള്ള കാരണം നാണം വരും, നമുക്ക് ലജ്ജ വരും. അത് അഭിഷേകം കിട്ടാത്തത് കൊണ്ടാണ്. അഭിഷേകം കിട്ടിക്കഴിയുമ്പോൾ നമ്മളിതിൻ്റെ ഇരട്ടി കാര്യങ്ങൾ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യും. എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേ ഇവർ പറയുന്നൊരു വാക്കുണ്ട്. അത് ആണ് ഈ സാക്ഷ്യം ഞാൻ ധ്യാനത്തിന് വേണ്ടി എടുക്കാൻ കാരണം. കാര്യം ഇവർ വന്ന് ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവരുടെ അമ്മ ഭയങ്കര സപ്പോർട്ടീവാണ്. കൊച്ച് വൈകല്യമുള്ള കുഞ്ഞാണെന്ന് പറയുമ്പോൾ തന്നെ അമ്മ പറയും, ഒരു കുഴപ്പമില്ല, നീ സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടില്ല. കൃപാസ അമ്മയുടെ മുമ്പിൽ പോയി സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞു. ഞാൻ നിൻ്റെ അമ്മയാണ് നിന്നോട് പറയണമെന്ന് പറയും. ഹസ്ബൻഡും ഭയങ്കര സപ്പോർട്ടീവാണ്. ഹസ്ബൻഡ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി ഇവിടെ വിഷമിച്ചിരിക്കുമ്പോൾ പറയും, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അയാളുടെ പ്രാർത്ഥനയ്ക്ക് നല്ല വിശ്വാസമുണ്ട്. കുറച്ച് കഴിഞ്ഞ് ഇവർ നോക്കുമ്പോൾ ഇവളുടെ അപ്പൻ ബൈബിൾ വായിക്കാൻ തുടങ്ങിയിരിക്കുന്ന പുള്ളിക്കാരൻ പള്ളിയിലൊന്നും പോകാത്ത ആളാണ്. വിശ്വാസമൊക്കെ ഉണ്ട്, പക്ഷേ കുർബാനയ്ക്കൊന്നും പോകത്തില്ല. അങ്ങനെ ചില ആൾക്കാരില്ലേ, അവർക്ക് ആ ആഴമായ ബോധ്യം കിട്ടാത്തത് കൊണ്ടാണ്. ചിലപ്പോൾ നമ്മുടെ ജന്മം മുഴുവൻ അവർക്ക് അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരിക്കും. നമ്മൾ മരിച്ചാലും ചിലപ്പോൾ അവർ മാനസാന്തരപ്പെടത്തില്ല. പക്ഷെ അത് പ്രശ്നമില്ല. നിൻ്റെ പ്രാർത്ഥനകൾ കർത്താവിന് തിരുസന്നിധിയിൽ ഉണ്ടാകും അവർക്ക് വേണ്ടി. അതാണ് നിൻ്റെ വിജയം. രക്ഷയ്ക്ക് വേണ്ടിയുള്ള അധ്വാനത്തിൻ്റെ ഭാഗമാണ്. അവൻ പറയണ പോലെ ചൊല്ലുകയല്ല, അവർ ചെയ്യണത്. എന്താ അപ്പം സംഭവിക്കണത്? അപ്പൻ്റെ മാനസാന്തരം സംഭവിക്കണം. അപ്പനിരുന്ന് ബൈബിൾ വായിക്കാൻ തുടങ്ങിയെന്ന് ഒരിക്കലും ചിന്തിക്കാത്ത, അവരുടെ ചിന്തയിലില്ലാത്ത ഒരു കാര്യപരിപാടിയിലില്ലാത്ത ഒരു വിഷയമാണിത്. അവരത് ഒഴിവാക്കിയതാണ്.
അപ്പനീ മരിച്ചാലും ഇങ്ങനെയുള്ള കാര്യത്തിലൊന്നും വരത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അപ്പനെ ഒഴിവാക്കിയാണ് പ്രാർത്ഥനയെന്ന്. പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്ത് അവൻ പറയണ പോലെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇതിൻ്റെ പവർ ഭയങ്കരമല്ലേ. ഇതിങ്ങനെ എക്സസൈസായിട്ട് എല്ലായിടത്തും കയറി അങ്ങോട്ട് വീശുകയാണ്. ഉടമ്പടിയുടെ പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനേക്കാൾ വലിയ ഒരു കാര്യം ഈ അഞ്ചന പറയുന്നുണ്ട്. അതായത് ഞാൻ വന്ന് ഉടമ്പടി എടുത്തിട്ട് എനിക്കെപ്പോഴും ഭയങ്കര കൊതിയായിരുന്നു ഈ വയറും വെച്ച് അമ്മയുടെ അടുത്തുനിന്ന് വരണം, അമ്മയെ കുഞ്ഞിനെ കാണിക്കണം, അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണമെന്ന്. ഞാൻ അങ്ങനെ അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കാൻ വേണ്ടി ഉടമ്പടി ചെയ്തിരിക്കണത്. ഈ ഓരോ നമുക്ക് മുമ്പേ കടന്നുപോയ ആൾക്കാർ പറയുന്ന വാക്കുകളും അവരുടെ അനുഭവങ്ങളും നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ആവേശകരമാണ്. എന്താ പറയുക, അമ്മയെ കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി വന്നതാണ്. ഞാൻ ഉടമ്പടി ചെയ്തിട്ട് അമ്മയെ കുഞ്ഞിനെ ഏൽപ്പിക്കണം എനിക്ക്. അങ്ങനെ ഞാൻ ഏൽപ്പിച്ച് പോയി. എന്താ സംഭവിച്ചെന്നറിയാവോ? അങ്ങനെ നീ ദൈവത്തെ ഏൽപ്പിച്ച് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ അഞ്ചനയ്ക്ക് സംഭവിക്കുന്ന അടുത്ത സംഭവം എന്ന് പറയുന്നത്, ഇവർ പറയണത് എനിക്ക് ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. പിന്നെ എനിക്ക് പഴയതുപോലെ ആൾക്കാർ പറയുമ്പോൾ ഒരു വിഷമം തോന്നിയിട്ടില്ല. ഒരു ശക്തി എൻ്റെ കൂടെ എപ്പോഴും ഉണ്ട്. ആ ശക്തി എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഏറ്റെന്നുള്ള ആന്തരികമായ ധൈര്യം എനിക്ക് കിട്ടിയെന്ന്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ അഭിഷേകമെന്ന് നമ്മൾ പറയണത്. ഇത് നിങ്ങൾ വളരെ കരുതലോടുകൂടി ചെയ്യേണ്ട കാര്യമാണ്. എല്ലാവരും ഉടമ്പടി എടുത്തിട്ട് വിവാഹം കഴിക്കാൻ ഇപ്പം 48, 49, 50 വയസ്സുകാരൊക്കെ വിവാഹം കഴിക്കണില്ലേ ഉടമ്പടിയിൽ? 24 കൊല്ലമായിട്ട് മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടായില്ലേ ഉടമ്പടിയിൽ? അതല്ല വിഷയം. അത് സാധാരണ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള ഒരു സാധ്യതയാണ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു ഭയങ്കരമായ ഒരു സാധ്യതയുണ്ട്. എന്താ കാര്യം? ഇവർ ഈ അംഗവൈകല്യം ഉണ്ടെന്ന് പറയുന്ന കുഞ്ഞിനെയും വയറ്റിലിട്ട് ഓരോ സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും ഇപ്പം കിഡ്നിയും കേടായിട്ടുണ്ടെന്ന് പറയും. അടുത്ത സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറഞ്ഞ് പെടൽ തിരിയത്തില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ പേടിപ്പിക്കണമെന്നല്ലാതെ അവർക്ക് ഒരു ആശ്വാസം കിട്ടണില്ല. പക്ഷേ ഉടമ്പടി ചെയ്തിട്ട് ഇവരെന്താ തളരാതെ വീഴാതെ നിൽക്കണ എന്താണ്? ഇവർ പറയണത് ഏതോ ഒരു വലിയ ശക്തി, അതായത് അമ്മേനാവ് ഉദ്ദേശിക്കണത് എന്നെ താങ്ങിയിട്ടുണ്ടെന്നും എൻ്റെ കുഞ്ഞിനെ ഏറ്റെടുത്തിട്ടുണ്ടെന്നൊരു ആന്തരികമായ ബോധ്യം എനിക്ക് കിട്ടിയെന്ന്. അതിനാണ് ഈ അഭിഷേകം എന്ന് പറയണത്. ശക്തിയും വരും, നമുക്ക് ധീരതയും വരും. ഇത് നിങ്ങൾ ഉടമ്പടിയിൽ ശ്രദ്ധയോടെ മേടിക്കേണ്ടതാണ്. അല്ലാതെ ഞാൻ ഉടമ്പടി 4 പ്രാവശ്യം പുതുക്കി നീല പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞ് നടന്നൊരു കാര്യമില്ല. ഉടമ്പടിയുടെ ഒരു പ്രാർത്ഥനയ്ക്കും ഇല്ലാത്ത ഒരു പെക്കൂലിയർ പ്രോമിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞില്ലേ 8552 വാഗ്ദാനങ്ങൾ, എല്ലാ വാഗ്ദാനങ്ങളും ദൈവം ആവർത്തിക്കുന്ന സംഭവമുണ്ട്. എന്താണ്? ഐ വിൽ കം വിത്ത് യു. അതാണ് ഉടമ്പടി. അതിൻ്റെ ഒരു പൂർണ്ണതയാണ് ഈശോ കുർബാന സ്ഥാപിക്കുമ്പോൾ ആ പ്രസൻസ് നിത്യമാക്കുന്നത്. ഇതിൻ്റെ എല്ലാത്തിനും പിന്നെ പ്രസൻസ് ഉണ്ട്. ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് പറയാനുള്ളത് ഫീൽ ദ പ്രസൻസ്. അതായത് ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഉറപ്പ് വരുത്തുകയാണ്. കാര്യം ദൈവം എബ്രഹാത്തിനോട് ഉടമ്പടി ചെയ്തപ്പോഴും പറഞ്ഞു ഐ വിൽ ഗിവ് യു ലാൻഡ്, ദ പ്രോമിസ്ഡ് ലാൻഡ്, ഐ വിൽ ഗിവ് ദ സൺ ഓർ സ്പ്രിങ്, നിനക്ക് സന്തതിയെ തരും, ആൻഡ് ഐ വിൽ ഗിവ് ദ ബ്ലെസ്സിങ്. നീ തന്നെ ഒരു ബ്ലെസ്സിങ് ആയിരിക്കും. 3 ഉടമ്പടിയാണ് ചെയ്തിരിക്കുന്നത് എബ്രാഹുമായിട്ട്. ഈ ഉടമ്പടിയുടെ എല്ലാവരുടെയും ദൈവം പറയുന്നൊരു വാക്കുണ്ട്, ഐ വിൽ കം വിത്ത് യു വേർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. ദൈവവചനം അനുസരിച്ച് ജീവിക്കാനും ദൈവഭയത്തിൽ ഉടമ്പടിയെടുത്ത് മാതാവിന് മധ്യത്തിൽ കൊടുത്തു കഴിഞ്ഞാൽ ഉറപ്പാണ് എന്താണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. കൈയടിച്ച് കർത്താവ് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് മക്കളെ, കർത്താവ് ഉടമ്പടി പ്രകാരം തൻ്റെ വാഗ്ദാനം അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ കുടുംബത്തിൽ വന്നു. സാർ ഉടമ്പടി എടുക്കുമ്പോൾ സാധാരണ വരണത് അമ്മയാണ് വരുന്നത്. മരിയൻ ഉടമ്പടി ആയത് കാരണം അമ്മ സാന്നിധ്യമാണ് കൂടുതൽ വരുന്നത്. അതുകൊണ്ടാണ് ആൾക്കാർ സഞ്ചാരി മാതാവെന്ന് പറയുന്നത്. സഞ്ചാരി മാതാവ് കോടതി വന്ന്, സ്ഥലവിളക്ക് സ്ഥലത്ത് വന്ന്, പോലീസ് സ്റ്റേഷനിൽ വന്നൊക്കെ ആൾക്കാർ പറയണില്ലേ, വീട്ടിൽ വന്നെന്നൊക്കെ പറയുന്ന കാര്യം ഇതാണ്. ഉടമ്പടിയിലുള്ളതാണത്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്. ഐ വിൽ കം വിത്ത് യു. എന്നിട്ട് എന്താ പറയണത്? അതെങ്ങനെ നമുക്ക് ഫീൽ ചെയ്യണത്? ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ സഞ്ചാരി മാതാവിനെ നമുക്ക് കാണാൻ പറ്റും, ദർശനത്തിലായാലും സ്വപ്നത്തിലായാലും നേരെയായാലും കാണാൻ പറ്റും. അത് എത്രയോ സാക്ഷ്യങ്ങൾ അങ്ങനെ വന്നു. പക്ഷേ കാണാൻ പറ്റില്ലെങ്കിലും നമുക്ക് ദൈവത്തെ, നമുക്ക് അമ്മ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഈശോ ചൈതന്യം ഇവിടെ പ്രസരിച്ചിട്ടുണ്ടെന്ന് നമുക്ക് എങ്ങനെയാണ് മനസ്സിലാകണത്? 2 കാര്യത്തിലാണ് മനസ്സിലാകണത്. ഒന്ന്, ശക്തി തോന്നും നമുക്ക്. ബലഹീനമായ സാഹചര്യങ്ങളാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 2 കോടിയുടെ കടമുണ്ട്, അല്ലെങ്കിൽ 15 ലക്ഷത്തിൻ്റെ കടമുണ്ട്, കടക്കാരെല്ലാം വിളിക്കണമെങ്കിൽ യു ഡോണ്ട് ഫീൽ എനിത്തിങ്.
യു ആർ ലിവിങ് ആൻഡ് ഫേസിങ് ആസ് ഇഫ് യു ഹാവ് നോ പ്രോബ്ലം. നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ലാത്ത രൂപത്തിലാണ് നിങ്ങൾക്ക് തോന്നണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ദൈവം നിന്നെ സന്ദർശിച്ചിരിക്കുന്നു. കൈയിടിച്ച് കർത്താവ് ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. വാഗ്ദാന പേടകരേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദമാതാവേ വാഗ്ദാന പേടകമേ സ്വർഗീയ പൊന്മലരേ കൃപാസനത്തിൻ്റെ അമ്മേ പ്രസാദമാതാവേ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ ആവേ 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 മരിയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ജോഷ്വായോട് മോസസ് പറയുന്ന വാക്കെന്താ? ഈ പ്രസൻസ് ഫീൽ ചെയ്യാൻ വേണ്ടി, അതായത് പ്രസൻസ് പ്രീസപ്പോസ് ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം ഉടമ്പടിയുടെ വാഗ്ദാനമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് മോസസ് പറയും, ശക്തനും ധീരനുമായിരിക്കുക. wherever you go I will there. ഞാൻ നിൻ്റെ കൂടെ വരും. I will accompany you. ഞാൻ നിൻ്റെ കൂടെ വരും. ഇത് ഇന്ന് ഏറ്റവും കൂടുതൽ ജനങ്ങൾക്ക് ഫീൽ ചെയ്യണത് ഉടമ്പടിയിലാണ്. കാര്യം എന്താ? നമ്മൾ ചെയ്യുന്ന ഉടമ്പടിയല്ലേ. ഉടമ്പടിയുടെ വാഗ്ദാനങ്ങൾ ഒന്നാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ചേച്ചി ചെയ്യുന്നതുകൊണ്ട് സാക്ഷ്യം പറഞ്ഞില്ലേ, അവർക്ക് എന്താ ഈ കേട്ടക്ക് പരീക്ഷ 150 ചോദ്യങ്ങളാണ്. 8 ചോദ്യം മാത്രം അറിയാം, പിന്നെ ഒന്നും അറിയത്തില്ല. 8 ചോദ്യം അറിയാം, പിന്നെ ഒന്നും അറിയത്തില്ല. പിന്നെ എന്താ? പിന്നെ എല്ലാം അമ്മ എനിക്ക് എൻ്റെ മനസ്സിൽ പറഞ്ഞ പോലെ ഞാൻ ചെയ്തെന്നാണ്. 94 ചോദ്യങ്ങൾ ശരിയായിപ്പോയി. അവർക്ക് വയസ്സുണ്ട്, ഒത്തിരിയുണ്ട്. 18 കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല. 18 കൊല്ലമായിട്ട് പഠിപ്പിക്കലില്ല. ആ കണക്ഷൻ പോയി മൊത്തം. പക്ഷേ ദൈവം എല്ലാം റീക്രെയിം ചെയ്ത് അവർക്ക് സർക്കാർ ജോലി കൊടുത്തില്ലേ. ഒറ്റ ഉടമ്പടിയാണ്. ഈ ദിവസങ്ങളിൽ ജിത്തു എന്നും പറഞ്ഞ ജിതി അത് നോൺ ക്രിസ്ത്യനാണ്. ജിതിയുടെ സാക്ഷ്യം എന്നെ വളരെ സ്വാധീനിച്ച സാക്ഷിയാണ്. ജിതിയുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കും ആവശ്യം തോന്നും. ജിതി പറയണത് എന്താ, അവിടെ അവർ MCA ആണ്, പക്ഷേ 5 കൊല്ലം മുമ്പെടുത്ത MCA ആണ്. അവളിപ്പോൾ താമസിക്കുന്നത് എവിടെയാണ്? തായ്ലൻഡിലാണ് താമസിക്കുന്നത്. അപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കമ്പനി കോൾ ഫോർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ അവിടെ ഈ ഡിസൈനിൽ ചെന്നിരിക്കുന്ന ആരാണെന്ന് അറിയാമോ? IIMലെ വിദ്യാർത്ഥികൾ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തതാണ്. IIMലെ വിദ്യാർത്ഥികളാണ്. തായ്ലൻഡിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത ആൾക്കാരാണ് ചെന്നിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ പഠിച്ചതാണ് ജിത്തി. 5 കൊല്ലത്ത് ഗ്യാപ്പും ഉണ്ട്. അവൾ സാക്ഷ്യം പറയുമ്പോൾ പറയുന്നതാണ്, എൻ്റെ കയ്യിൽ അമ്മയുടെ കാശുരൂപം മാത്രമേ ഉള്ളൂ. 5 കൊല്ലത്ത് ഗ്യാപ്പ് നികർത്താൻ വേണ്ടി കയ്യിലുള്ളത് എന്താണ്? അമ്മയുടെ കാശുരൂപം. ദാറ്റ് മീൻസ് വിശ്വാസം. വിശ്വാസം നിൻ്റെ എല്ലാ ഗ്യാപ്പുകളെയും നിവർത്തും. കൈയിട്ടിച്ച് കർത്താവ് നേർച്ച വസ്തുക്കൾ തരുന്നുണ്ട്. ഉടമ്പടി ഉപ്പ്, ഉടമ്പടി തൈലം, ഉടമ്പടി കാശുരൂപം. പക്ഷേ ചില ആൾക്കാർക്ക് ഭയങ്കരമായ ഇടിവെട്ട അനുഭവങ്ങളാണ്. കാര്യം എന്താണ്? അവർക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ അറിയാം. ചില ആൾക്കാർ സാധാരണ പോലെ, അതായത് നമ്മളെങ്ങനെ, ഇപ്പോൾ ഈശോ ഒരു വാക്ക് പറഞ്ഞില്ലേ, ഇപ്പോൾ 10:43 അല്ലേ, മത്തായി ശ്രീകാരുടെ സുവിശേഷം, നീതിമാനായി കരുതുന്നവനെ നീതിമാൻ്റെ പ്രതിഫലം, പ്രവാചകനായി കരുതുന്നവനെ പ്രവാചകൻ്റെ പ്രതിഫലം. അതായത് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ നിലവാരം എന്ത്,
അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ആനുപാതികമായിരിക്കും. അത് കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല. എന്ന് വായിച്ചോളൂ. അത് മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 41-ാം തിരുവചനം. പ്രവാചകനെ പ്രവാചകനായി സ്വീകരിക്കുന്നവന് എന്ന് പറഞ്ഞേ, പ്രവാചകനായി സ്വീകരിക്കുന്നവന് പ്രവാചകന്റെ പ്രതിഫലം. അടുത്തത്, നീതിമാനായി സ്വീകരിക്കുന്നവന് നീതിമാന്റെ പ്രതിഫലവും ലഭിക്കുന്നു. അപ്പം നിങ്ങൾ എങ്ങനെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഉടമ്പടി തൈലമായാലും ഉടമ്പടി കാശുരുമായാലും ഇപ്പം അവരെന്താ ജിതി എന്താ പറയണത്? അവർ നോൺ ക്രിസ്ത്യൻ അല്ലേ? അവർക്ക് എന്താ ക്രിസ്ത്യൻ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത്? അവർ പറയണത് എനിക്ക് 5 കൊല്ലത്തെ ഗ്യാപ്പാണ്. മലയാളത്തിൽ നിന്ന് ഞാൻ ഇവിടുന്ന് MCA എടുത്ത് പോയിട്ട് ഞാൻ പിന്നീട് സംഭവം തൊട്ടിട്ടില്ല. എന്നെ കോമ്പറ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ആൾക്കാർ IIM നിന്ന് വന്നിരിക്കുന്നവരാണ്. അവർക്ക് അവിടെ വന്നിട്ട് പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തിരിക്കുന്നവരോട് ഞാൻ കോമ്പറ്റ് ചെയ്യണത്. എൻ്റെ ഗ്യാപ്പാണ് എൻ്റെ ഏറ്റവും വലിയ ഭ്രാന്തെന്ന് പറയുന്നത്. എന്നെ ഭ്രാന്ത് പിടിപ്പിക്കണത്. പക്ഷേ അമ്മയുടെ കാശുരുവാണ് എൻ്റെ കയ്യിലുള്ളത്. അത് എക്സിക്യൂഷനാണത്. അതായത് ഏത് ഗ്യാപ്പായാലും ശരി. നീ ഇങ്ങനെ ഒത്തിരി പറഞ്ഞില്ലേ, ഗ്യാപ്പ് നഴ്സുമാർക്ക് പ്രോബ്ലമാണ്. ചില ആൾക്കാർ ഏജ് ബാറുണ്ട്. 52 വയസ്സിൽ ചിലർ പുതിയ മാനേജർ വരുമ്പോൾ കമ്പനിയിൽ നിന്ന് ടെർമിനേറ്റ് ചെയ്യും. പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് വിടും. അവർ വിളിക്കത്തില്ല. അവർ ചെറുപ്പക്കാരെ വെച്ച് കോപ്പറേറ്റീവുകളെല്ലാം 25 വയസ്സ് വെച്ചുള്ള ആൾക്കാരെ എടുത്തിട്ട് കമ്പനി മുന്നോട്ട് റൺ ചെയ്ത് ലാഭിക്കാൻ പോവുകയാണ്. കാര്യം ഈ 52കാരൻ എടുത്താൽ അയാളുടെ അന്നത്തെ സീനിയോറിറ്റി അനുസരിച്ചുള്ള പുതിയ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ അവർക്ക് ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടുന്ന റിട്ടേണിനേക്കാൾ പകുതിയെ പ്രായമുള്ളവരിൽ നിന്ന് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അവരെ എടുക്കത്തില്ല ഒരിക്കലും. പക്ഷേ ഉടമ്പടി അവരെ എടുപ്പിക്കും. അതെന്താ കാര്യം? അമ്മയാണ് ഇതിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് തോന്നിയിരിക്കണത്, നിങ്ങൾ ഉടമ്പടിയിലെ എക്സിക്യൂഷനിലെ സൂക്ഷ്മതയാണ് പ്രോബ്ലം. ഓരോരുത്തരും അതിനെ ഇപ്പം ഇവർ തന്നെ എന്താ പറയണത്, അവർ അത് ആത്മാർത്ഥമായിട്ട് അതിൽ വിശ്വസിച്ചു. പണ്ട് അവർ പറയണത്, ഈ പ്രത്യേകിച്ച് ഷീജല്ലോ അഞ്ജന പറയണത്, എന്തിനാണ് സാക്ഷ്യം പറയണത്? സാക്ഷ്യം പറയണ വല്ല കാര്യമുണ്ടോ? സാക്ഷ്യം ദൈവത്തോട് അങ്ങനെ പറഞ്ഞാൽ പോരെ? എന്തിനാണ് ആൾക്കാർ കെട്ടിയെടുത്ത് ഇവിടെ വന്നിട്ട് പറയണതെന്നൊക്കെയായിരുന്നു ഞാൻ പണ്ട് അമ്മയോട് ചോദിച്ചുകൊണ്ടിരുന്നത്. അമ്മയുമായിട്ട് സണ്ട് വെക്കുമായിരുന്നു പണ്ട്. മാതാവിൻ്റെ കാര്യം ഒത്തിരി കേട്ട് ചികിടിച്ച് ഞാൻ ആ വഴിക്കില്ലെന്ന് പറഞ്ഞ് നടന്ന ആളാണ്. പക്ഷേ ഒരു വിഷയം ഉണ്ടായപ്പോൾ അവൾ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ വന്ന് സാക്ഷ്യം പറയും. എനിക്ക് തന്നെ കിട്ടിയ അനുഭവത്തിൽ ഞാൻ വന്ന് സാക്ഷ്യം പറയും. ഇപ്പം എനിക്ക് മനസ്സിലായി സാക്ഷ്യം എന്താണെന്ന്. കാര്യം വെച്ചാൽ സാക്ഷ്യം എന്താണെന്ന് ഇവൾക്ക് പറയാൻ മനസ്സിലാക്കാൻ ഒരു കാരണമുണ്ടായി. സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ ഓരോരുത്തരും ഓരോരോ ആൾക്കാർ ഓരോ കാര്യം പറയത്തില്ല. ഇപ്പോൾ കുഞ്ഞിൻ്റെ പെടൽ തിരിയണില്ലെന്ന് പറഞ്ഞപ്പോൾ പെടൽ തിരിയാത്ത കൊച്ചായിരിക്കും മരണം വരെ ഇവൻ്റെ പെടൽ തിരിയത്തില്ലെന്നാണ് കൂടെയുള്ളവർ പറയണതേ. എങ്ങനെയെങ്കിലും ഇതിനെ അബോർട്ട് ചെയ്ത് കളയാൻ വേണ്ടിയാണ് അവർ ഇവരെ സഹായിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വരും ഒരു ദിവസം. അപ്പോൾ ഉടനെ അമ്മ എന്ത് ചെയ്യുമെന്നറിയാമോ? അമ്മ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും. ഏതമ്മ? പരിശുദ്ധമ്മ ദേവമാതാവ് കൃപാസനത്തിൻ്റെ ഓരോ സാക്ഷ്യം എടുത്ത് എന്നെ കാണിക്കും. ആ സാക്ഷ്യം കേൾക്കുമ്പോൾ എനിക്ക് അഭിഷേകം കിട്ടും. അപ്പോഴെനിക്ക് മനസ്സിലായി സാക്ഷ്യം എന്തിനാണെന്ന്. കാര്യം ഈ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ ഗർഭത്തിൽ ഇട്ടിട്ട് നാട്ടുകാർ ചവിട്ടും കുത്തും കേട്ടിട്ട് അവരുടെ മനസ്സിടിഞ്ഞ് പോകുമ്പോൾ അതിനെ നിലനിർത്താൻ വേണ്ടി അവരെ അഭിഷേകം ചെയ്ത് എങ്ങനെയാണ്? ഈ സാക്ഷ്യം കേൾപ്പിച്ചാണ്. സാക്ഷ്യം കേൾക്കുന്ന അയക്കുമ്പോഴെന്ത് ഇവർക്ക് അതിന് അഭിഷേകം ഉണ്ടാവും. അപ്പോൾ അതിനെ അതിജീവിക്കാൻ പറ്റുമെന്ന് തോന്നും. നിങ്ങളും പ്രാർത്ഥിക്കണം. അമ്മയോട് പറയണം, അമ്മേ എന്നെ അമ്മയുടെ സാക്ഷ്യം എന്ന് പ്രാർത്ഥിച്ച് നെഞ്ചത്ത് കൈവച്ച്, അമ്മേ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരം സാക്ഷിയായി ഉയർത്തണമേ. ഇത് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി ഇടയ്ക്ക്. എന്താ കാര്യം എന്നറിയാവോ? ഈ ഉടമ്പടിയെങ്കിലും അമ്മയുടെ പ്രത്യക്ഷീകരണമാണ് ഇവിടെ ഡെയിലി ചെയ്യുന്ന സബ്ജക്റ്റ്. ഇതിൻ്റെ ബാക്കിലുള്ള സബ്ജക്റ്റ് അതാണ്. ഈ അമ്മയുടെ നിങ്ങൾക്ക് നല്ല സാക്ഷ്യങ്ങൾ കിട്ടിയാൽ മാത്രമേ അമ്മയുടെ പ്രത്യക്ഷീകരണ സഭ ഏറ്റെടുക്കത്തുള്ളൂ. സാധാരണ സാക്ഷ്യമാണെങ്കിൽ പ്രത്യക്ഷീകരണത്തിന് തക്കതായ സാക്ഷ്യമില്ലെങ്കിൽ ആ സാധാരണ ധ്യാനകേന്ദ്രത്തിൽ നടക്കുന്ന സാക്ഷ്യമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയും. അതുകൊണ്ട് നമുക്ക് വളരെ ക്വാളിറ്റേറ്റീവായിട്ടുള്ള സാക്ഷ്യങ്ങളാണ് വേണ്ടത്. പക്ഷെ അതിനുവേണ്ടി ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന വേണം. ചുമ്മാ ഇങ്ങനെ എല്ലാവരും ഉടമ്പടി എടുക്കണം, ഈ ഉടമ്പടി എടുത്തില്ലെങ്കിൽ ഉടമ്പടി എടുത്തില്ലെന്ന് വേണ്ട, എന്നാൽ അതുകൂടി എടുത്തേക്കാം, എന്നാൽ 2 ഉടമ്പടി ഇങ്ങനത്തെ നേക്കാൻ പറയും. ഇത് ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. ചില അവർക്ക് ബുദ്ധിബോധമില്ല. ഇത് ഏതാണ്ട് എടുക്കുമ്പോൾ കിട്ടുന്ന സാധനം അടക്കുകയാണ്. ഉടമ്പടി എന്ന് പറയുന്ന ജീവിതമല്ലേ? ഉടമ്പടി എടുക്കുകയല്ല, ഉടമ്പടി ജീവിക്കുകയല്ലേ? ഉടമ്പടി ഒരു ജീവിത രീതിയാണ്. മഞ്ജു ഫ്രാങ്ക്ലിൻ്റെ സാക്ഷ്യം ഞാൻ എപ്പോഴും ഓർക്കും. അവർ ഷിക്കാഗോയിൽ നിന്ന് ഇവിടെ വന്ന് പറഞ്ഞതാണ്, ഉടമ്പടി എൻ്റെ ജീവിത രീതിയാണെന്ന്. കാര്യം ഉടമ്പടി അവൻ പറയണ പോലെ ചെയ്യുകയല്ലേ.
അവൻ പറയണ പോലെ ചെയ്യുന്നതനുസരിച്ച് കൊണ്ട് സുവിശേഷത്തിൻ്റെ സാക്ഷ്യമായി നമ്മൾ മാറുകയല്ലേ. അതിൻ്റെ അകത്ത് നമുക്ക് അഭിഷേകം കിട്ടുകയാണെങ്കിൽ നമുക്ക് ത്രില്ലടിക്കും. കർത്താവിന് വേണ്ടി ചെയ്യും. എന്തുകൊണ്ടാണ് ഇവർ തമിഴ് പത്രവും ഇംഗ്ലീഷ് പത്രവും മേടിച്ചു? അതുമാത്രമല്ല അഞ്ചന ചെയ്യണത്, അവർ ഓഫീസിൽ ഇരുന്നുകൊണ്ട് ഓരോ സങ്കടങ്ങൾ അവരോടൊന്ന് പറയുമ്പോഴേ അവർ ഓരോ പത്രം എടുത്ത് കൊടുക്കും. ഓഫീസിൽ സുവിശേഷ പ്രവർത്തനം തന്നെയാണ്. ഇത്രയും വേല ചെയ്യുന്ന ആൾക്കാരെ അമ്മ എങ്ങനെ ഡിസോൺ ചെയ്യാനാണ്? പ്രസവിച്ചപ്പോൾ നല്ല പൈങ്കിളി പോലത്തെ അടിപൊളി കൊച്ചു കൈ ഇടിച്ച് കിടത്താൻ സ്ഥലമില്ല. ഉടമ്പടിയിലൂടെ ഞങ്ങളെ സന്ധിക്കുന്ന അവരുടെ വലിയ കാരണത്തെ ഞങ്ങൾ നന്ദി പറഞ്ഞു വാഴ്ത്തുന്നു. നന്ദി യേശുവേ, ആരാധന. ഹല്ലേലൂയ. മക്കളെ ഒന്ന് മുട്ടേന്ന് നമുക്ക് ലാസ്റ്റ് പ്രെയറാണ്. അച്ഛൻ്റെ മനസ്സിൽ ജോലിയില്ലാത്തവരുണ്ട്, ഉടമ്പടി എടുക്കാൻ ആഗ്രഹമുണ്ടായിട്ട് വരാൻ ഒത്തിയിട്ടില്ല. അവരെയും ഞാനിപ്പോൾ ഓർക്കുക. ഇപ്പോൾ അവർ നീറ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കഴിവിനേക്കാൾ ഉപരി ദൈവത്തിൻ്റെ കൃപ അവർക്ക് പ്രവർത്തിക്കാൻ. മാതാപിതാക്കന്മാരുടെ അവരുടെ ജീവിതത്തിന് വേണ്ടി ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തേക്ക് ചൊരിഞ്ഞ കണ്ണുനീരെല്ലാം രത്നങ്ങളായിട്ട് വരാൻ അവരെല്ലാം ഓർക്കുകയാണ്. ഈ ആഴ്ചയിൽ ഒഴിച്ചിടുന്ന മക്കൾ ഉടമ്പടി എടുത്ത് അച്ഛൻ്റെ ആശീർവാദം വാങ്ങിച്ചു പോയവരുണ്ട്. കൃപാസൻ മാതാവിൻ്റെ അടുത്തൊന്ന് വന്നെങ്കിലെന്ന് കൊതിച്ചിട്ട് വരാൻ പറ്റാത്തവരുണ്ട്. അവരെല്ലാം ഓർക്കുകയാണ്. ഇപ്പോഴേ ഈ ആഴ്ച IELTS എഴുതുന്നവരുണ്ട്, അവരെ ഞാൻ ഓർക്കുന്നു. MOH ഹാദ് എല്ലാ പ്രൊഫഷണൽസിനെയും PSC എക്സാം വരുന്നുണ്ട്, അതും ഓർക്കുന്നു. എല്ലാവരെയും ഓർക്കുകയാണ്. ഞാൻ ഈ പ്രൊഫഷണൽസിന് ശരിക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ഈ മണ്ണി ചവിട്ടിയാൽ തീർച്ചയായിട്ടും അവരെ കാണാതെ ഞാൻ വിടത്തില്ല. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ അവരെ വളരെ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ആ കുടുംബം രക്ഷപ്പെടും. അവരൊരാളെ രക്ഷപ്പെട്ടാൽ അനിയത്തിനെ ചേട്ടത്തിനെ കല്യാണം കഴിപ്പിക്കാം, നമുക്ക് വീട് വെക്കാം, അങ്ങനെ കുറേ കാര്യങ്ങളാണ്. കടങ്ങൾ പരിഹരിക്കും, ആ കുടുംബത്തിൻ്റെ കടങ്ങൾ തീരും അതിനാൽ. അതുകൊണ്ട് പ്രൊഫഷണൽസിന് എല്ലാവരും എന്തെല്ലാം തരത്തിൽ ഒരു പരീക്ഷ ഇപ്പോൾ ബിടെക്കുകാരാണ്, അവർ കുറേ അധികം അരിയർ വന്നു പോയി എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾ ഉടമ്പടി ചെയ്തിട്ട് അവരെ കൊണ്ടുവരണം. ചിലപ്പോൾ ഒറ്റ ബ്ലെസ്സിങ് കൊണ്ട് ചിലപ്പോൾ 20-22 അരിയർ വരെ എഴുതിയെടുപ്പിച്ചിട്ടുണ്ട് ബിടെക്കിൻ്റെ. അവരിനി എഴുതണില്ലെന്ന് പറഞ്ഞാണ്. ഞാൻ പറഞ്ഞു എഴുതും മോളെ, നമുക്ക് 6 വെച്ച് എഴുതാമെന്ന് പറയും. 6 വെച്ച് എഴുതാം. സിലബസ് നിൻ്റെ സിലബസ് മാറുന്നുമ്പോൾ നിന്നെ മാതാവ് കരകയറ്റി വിട്ടിരിക്കും. അങ്ങനെയുള്ള എല്ലാവരെയും പ്രൊഫഷണൽസിനെയൊക്കെ സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ. വിഷയങ്ങളെ സമർപ്പിക്കുന്നു. വിജയത്തിലേക്ക് അനയിക്കണമേ. അവരുടെ പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷികളായി മക്കളെ പ്രാർത്ഥിക്കുന്നു. അവരുടെ മാതാപിതാക്കളുടെ കണ്ണുനീരിനെ പ്രത്യേകമായി സമർപ്പിക്കുന്നു. കരുണയായിരിക്കണമേ. സാമ്പത്തിക കടങ്ങളുള്ളവരെ, ജോലി നഷ്ടപ്പെട്ടവരെ, സാമ്പത്തിക കടങ്ങളിൽ വീട് വിൽക്കാൻ വേണ്ടി പോണവർ, ജപ്തി നടപടിയിൽ വന്നിരിക്കുന്നവർ, വീടില്ലാത്തവർ, വീടിന് വഴിയില്ലാത്തവർ, നിങ്ങളെപ്പോഴും ഓർക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ നിൽക്കുന്ന സ്ഥലം അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട്, അതും ഈശോ ഉള്ളപ്പോൾ സമയത്താണ് അമ്മ അന്ന് പ്രത്യക്ഷപ്പെട്ടത്. ഇവിടെ കണ്ണീരിടുമ്പോൾ തീർച്ചയായിട്ടും ദൈവം അത് കൈ പിടിക്കും, ഉറപ്പായിട്ടും പിടിക്കും. കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 4 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ, വഴിയില്ലാത്ത സ്ഥലമാണ്. ബാങ്കുകാർ 19 ലക്ഷം ഞങ്ങൾക്ക് വേണം, തരത്തിലെന്ന് പറഞ്ഞ് ഞങ്ങൾ ഓടിച്ചെന്ന് പറയും. പക്ഷേ അമ്മ ആ ബാങ്കിൽ നിന്ന് തന്നെ വേറെ ആൾക്കാർ വഴി കാശെടുത്ത് കൊടുത്തു. മനുഷ്യൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് ഇവിടെ കൈകാര്യം ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്കൊരു ചിന്ത ഉണ്ടാകണം, ഈ ജീവിതം കഴിഞ്ഞ് വേറൊരു ജീവിതമുണ്ട്. അതും ഉടമ്പടിയാണ്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്, നിത്യജീവിതം.
ഈ ഉടമ്പടിയിൽ വരുമ്പോൾ ഞാൻ മാതാവിനെ നേരെ കണ്ട ആളാണ്. അതുകൊണ്ട് നിത്യജീവിതം എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അപേക്ഷ എന്ന് പറഞ്ഞത്, നിത്യജീവിതം നശിപ്പിക്കുന്ന ഒരു നടപടിക്രമവും ഒരു പ്രണയവും ഒന്നും നിങ്ങളുടെ ജീവിതമോ നിങ്ങളുടെ ആത്മാവോ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിശുദ്ധിയോ നിത്യരക്ഷയോ നഷ്ടപ്പെടുത്തുന്ന ഒരു ബന്ധങ്ങളും നിങ്ങൾ കെട്ടിലെന്നേ ഉള്ളൂ. കർത്താവിനെ ജീവിതം കളഞ്ഞ് ദൈവത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു തീരുമാനം എടുക്കരുത്. തൽക്കാലത്തേക്കുള്ള ലാഭം മാത്രമാണത്. അങ്ങനെ ഒരു സ്റ്റെപ്പ് നീ എടുത്തു കഴിയുമ്പോൾ ദൈവം ആരാണെന്ന് നീ അറിയും. മാതാവേ, പലതരത്തിലുള്ള പ്രണയബന്ധങ്ങൾ അകപ്പെട്ടവരെ, ചില പെൺപിള്ളേരൊക്കെ വെറും പൊട്ടികളാണ് ശരിക്കും. കാര്യം ഈ ചാക്കിട്ടുപിടുത്തക്കാരെ അവരെ കൊണ്ടുപോയി റിസോർട്ടിൽ കൊണ്ടൊക്കെ ബന്ധപ്പെട്ട് 2 ആഴ്ച 3 ആഴ്ചക്കുള്ളിൽ അവരെ നശിപ്പിച്ച് കളയും. പിന്നെ ഇവരുടെ പുറകെ ഇങ്ങനെ വാലുമായിട്ട് നടക്കേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള പോഴം പണിയൊന്നും നമ്മുടെ കുഞ്ഞുങ്ങൾ ചെയ്യരുത്. എല്ലാവരോടുമായിട്ട് പറയുകയാണ് ഞാൻ. ജാതി മതം നോക്കാതെ എല്ലാവരോടും പറയുകയാണ്. ഇന്നത്തെ കാലം എന്ന് പറയുന്നത് ആ ടൈപ്പാണ്. ഏതൊരു റിലേഷനൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പണ്ട് 3 കൊല്ലമൊക്കെ കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ശാരീരികമായ കാര്യങ്ങളുണ്ടായി. ഇപ്പം അങ്ങനെയല്ല, 3 ആഴ്ചക്കുള്ളിൽ നടക്കും. അതോടെ പിന്നെ അവർ രക്ഷപ്പെടത്തില്ല. അപ്പം നിങ്ങൾക്ക് ആദ്യം ഇത് കഴിയണ വരെ നിങ്ങൾക്ക് കുഴപ്പമില്ല, നിങ്ങൾ തേനാണ് എന്നൊക്കെ പറഞ്ഞു നടക്കും. പക്ഷെ ഒരു കഥയുമില്ല. മനുഷ്യന്മാരുടെ സൈക്കോളജി അറിയണം. നിങ്ങൾ അവർ മാനസികമായിട്ട് ഉപേക്ഷിച്ചാലും നിങ്ങൾ അറിയിക്കാതെ ടാറ്റിസായിട്ട് കൊണ്ടു നടക്കാൻ അവർക്കറിയാൻ പറ്റും. അത്ര സൂത്രക്കാരാണ് ഇങ്ങനെയുള്ള ആൾക്കാർ, ഇതുപോലെ അകപ്പെടുത്തുന്ന ആൾക്കാർ. അപ്പം അങ്ങനെയുള്ള ബന്ധങ്ങൾ അകപ്പെട്ടിരിക്കുന്നവരെ വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ, വിടുതലിന് വേണ്ടി സ്തുതിക്കട്ടെ. ചിലരോട് എന്നോട് കടവാണെന്നും പറഞ്ഞ് എനിക്ക് ജപ്തിയാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് പേപ്പർ ഏൽപ്പിക്കുമ്പോൾ ഞാൻ തിരിച്ചു ചോദിക്കും, വിൽക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കും. കൊടുക്കാനോ ആരെങ്കിലും തരാനോ ഒന്നുമില്ല അച്ഛാ, ദൈവം മാത്രമേ ഉള്ളെന്ന് പറയും. അങ്ങനെയുള്ളവരെ സാമ്പത്തികമായ മേഖലകളിൽ ഈ ആഴ്ചയിൽ അവർക്ക് ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ. സാമ്പത്തികമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന മക്കളെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ ആരാധന. മക്കളെ, വിവാഹം ഒത്തുവരാത്തവര്, സമയത്ത് വിവാഹം കഴിക്കാൻ പറ്റാതെ വിഷമിക്കുന്നവരുണ്ട്. വിവാഹം എന്ന് പറയുന്നത് ഒരു മാനസിക ആവശ്യം മാത്രമല്ല, ഒരു ജീവിത ആവശ്യവും ദൈവികമായ ഒരു ആവശ്യമാണ്. അത് നടക്കണം. അത് നമുക്ക് ഇത്തിരി ആരോഗ്യവും സൗന്ദര്യമൊക്കെ ഉള്ളപ്പോൾ അത് നടക്കണം. അത് നല്ല ആരോഗ്യമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കണം. അതിൽ നിന്ന് ആവശ്യത്തിന് കുഞ്ഞുങ്ങൾ ജനിക്കണം. ആ മേഖല തടസ്സമുള്ളവരെ സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. എങ്ങനെ ജീവിക്കുമെന്ന ഐഡിയ ഇല്ലാത്തവര്, എങ്ങനെ ജീവിക്കുമെന്നൊരു ഐഡിയ ഇല്ല. ഒരു തൊഴിൽ ചെയ്തിട്ട് ഗതി പിടിക്കണില്ല. എല്ലായിടത്തും കൊണ്ടുപോയി 10,000 രൂപ മുടക്കും, അത് നഷ്ടപ്പെടും, പിന്നെയും തിരിച്ചു വരും, കടം മേടിക്കും. എങ്ങനെ ജീവിക്കുമെന്നൊരു പിടിയുമില്ല. അങ്ങനെ ഒരു ഗതിയുമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. കേരളത്തിൽ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാത്ത അവസ്ഥയിൽ എത്തിയ ആൾക്കാരുണ്ട്. ഒരു തൊഴിലും ചെയ്ത തൊഴിലെല്ലാം പൊട്ടിപ്പോയി, അടുത്തും കൈ നീട്ടാൻ പറ്റില്ല, ആ നാട്ടിൽ പോലും നിൽക്കാൻ പറ്റണില്ല, ഇങ്ങനെ വീട്ടിൽ പോലും സമയത്ത് വരാൻ പറ്റണില്ല. കടക്കാർ, വളയുന്ന ആൾക്കാർ, അവർ ദൈവികമായ ഇടപെടലുണ്ടാകാൻ വേണ്ടി സ്തുതിക്കട്ടെ, കൈയുയർത്തി സ്തുതിക്കട്ടെ. തൊഴിലിനു വേണ്ടി അലയുന്ന മക്കളെ പ്രാർത്ഥിക്കുന്നു, സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ജീവസന്ധാരണത്തിന് ആവശ്യമായ മാർഗങ്ങൾ തുറന്നു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഉടമ്പടി എടുത്ത് വിദേശത്ത് പോയ മക്കളുണ്ട് ഒത്തിരി പേര് പഠിക്കാൻ പോയവരുണ്ട്. ചില ആൾക്കാർക്ക് ഈ സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുകയാണ്, പക്ഷേ ഇതുവരെ വിസ വന്നിട്ടില്ല. സെപ്റ്റംബറിൽ ക്ലാസ് തുടങ്ങുന്നവർക്ക് പക്ഷേ വിസ വന്നിട്ടില്ല, അതിൻ്റെ പൈസ റെഡി ആയിട്ടില്ല. അപ്പം ഇങ്ങനെയുള്ള സാങ്കേതിക കുരുക്കിൽ കിടക്കുന്ന ആൾക്കാരുടെ കുരുക്കുകൾ, കേസിൽ കിടക്കുന്നവർ, കോടതി വിസ്താരത്തിലിരിക്കുന്നവർ, ജഡ്ജ്മെൻറ്റിലിരിക്കുന്നവർ,
അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. Lord Jesus Christ, pour out His Spirit. മാരക രോഗികള്, തീരാവേദിയുള്ളവർ, മാനസിക രോഗമുള്ള, ഡിപ്രഷനുള്ളവർ, കിടപ്പ് രോഗികൾ, ചില ആൾക്കാരുടെ മൊബൈലാണ് എൻ്റെ അടുത്ത് കൂടെ ഒന്ന് കാണിക്കണത്. അവർക്കിവിടെ വരാൻ പറ്റണില്ല. വരാൻ പറ്റുമായിരുന്നെങ്കിൽ അവർ വന്നേനെ. അപ്പം അങ്ങനെ കിടന്നു പോയ ആൾക്കാരുണ്ട്. അവർ എഴുന്നേക്കണം. ഈ ആഴ്ചയിൽ നിങ്ങൾ മാതാവിനെ അവരെ സമർപ്പിക്കുക. പറയുക, അമ്മേ, പരിശുദ്ധ അമ്മേ, കിടപ്പ് രോഗികളെ അങ്ങ് സന്ദർശിക്കണമേ. ട്യൂബിലൂടെ ഭക്ഷണം കഴിക്കുന്നവരും മലമൂത്രങ്ങൾ പോകുന്നവരെ അങ്ങ് സ്പർശിക്കണമേ. യേശുവിന്റെ നാമത്തിലെ, യേശുവിന്റെ നാമത്തിലെ സൗഖ്യം പ്രാപിക്കട്ടെ. സുഖപ്പെട്ടുകൊണ്ട് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾക്ക് വേണ്ടി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ഉദരരോഗമുള്ളവർ, കിഡ്നി രോഗമുള്ളവർ, ക്യാൻസർ രോഗമുള്ളവരൊക്കെ ആ സ്ഥലങ്ങളിൽ തൊട്ട് വിശ്വാസ പ്രമാണം ചെല്ലേണ്ട സമയമാണ്. കണ്ണ് കാഴ്ചക്കുറവുള്ളവരെ ഈശോ കാണിച്ചു തന്നായിരുന്നു സൗഖ്യപ്പെടുന്നതായിട്ട്. കണ്ണിൽ തൊട്ട് പ്രാർത്ഥിക്കാം. മുടി കൊഴിയുന്നവരും സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. നല്ലവണ്ണം മുടിയുള്ളവർക്ക് അതൊക്കെ ഒരു തമാശയായിട്ട് തോന്നും. പക്ഷേ മുടിയില്ലാത്ത സംബന്ധിച്ച് അതൊരു വേദനയാണ്. അതുകൊണ്ട് ഒത്തിരി പേര് നല്ലവണ്ണം മുടി തഴച്ച് വളർന്നിട്ടുണ്ട്. ഇവിടെ പ്രാർത്ഥിച്ചപ്പോൾ സാക്ഷ്യം പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മുടി ഇല്ലാത്തവരാണെങ്കിലും അതൊരു നിങ്ങൾക്കൊരു പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തലയൊക്കെ വെച്ച് മാതാവിനോട് പറ. യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നവർ യാത്രയെ സമർപ്പിക്കുന്ന കർത്താവേ, വസ്തു ലേലത്തിലിരിക്കുന്നവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ശരീരത്തിൽ ചിരങ്ങും ചൊറിയും നീരൊക്കെ കിട്ടിയവരെ കർത്താവെ നിൻ്റെ തിരുമുറുവാർന്ന അത്ഭുതകരത്തെ സ്പർശിച്ച് അവരെ സൗഖ്യപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. മൗനമായി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദമാണ്. എല്ലാവരും മുട്ടയെന്ന് ആശീർവാദം മേടിക്കുക. നമ്മുടെ എല്ലാ ഉടമ്പടി നിയോഗങ്ങൾ ദിവ്യാരുടെ സന്നിധിയിൽ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉടമ്പടി എടുത്തപ്പോൾ നിങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളെ ഒരിക്കൽ കൂടി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയിൽ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. എന്നെയും എൻ്റെ കുടുംബത്തെയും നിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ മഹത്വം, മഹത്വം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ,